ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബിരിയാണി, അതായത് ചിക്കൻ ബിരിയാണി വെക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്കായ കൂടെ എടുത്തതിന് ശേഷം ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ അടിച്ചത് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം, അതായത് ഞാൻ ബിരിയാണി റൈസ് എടുത്തിട്ട് 2 പാത്രം അളവിനാണ് വെള്ളം വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ബേ ലീഫ്, രമ്പയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ അരി, വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസ് ഇപ്പോൾ കൈമ റൈസ് അല്ല, ഞാൻ സാധാ ബിരിയാണി റൈസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ, അത് ഒരുപാട് നേരം ദമ്മിടുകയാണെങ്കിൽ നമ്മൾ ഒരു വിസിൽ കണക്കാക്കി എടുത്താൽ മതി. ഇല്ല ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുകയാണെങ്കിൽ മാത്രം 2 വിസിലിട്ടാൽ കറക്റ്റ് വേവാകും. അപ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലോട്ട് സവാളയൊക്കെ അതിനുള്ള മസാല ചെയ്യാനായിട്ട് എടുക്കാം. സവാള വെളിച്ചെണ്ണയിലിട്ടാണ് കേട്ടോ ഞാൻ വശക്കി എടുക്കുന്നത്. അപ്പോഴേക്കും അടുത്ത് ചിക്കനും കൂടെ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ 2 വശവും ചെറുതായിട്ട് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് അതിൽ ചേർത്തിട്ട് വെക്കുന്നത്. അപ്പോഴേക്കും സവാളയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെറുതായിട്ട് ശാലോ ഫ്രൈ പോലെ ചെയ്തെടുത്തത്. അപ്പോൾ അതും കൂടെ അതിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു 2 തക്കാളി കൂടെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ മുളക് പൊടി അധികം യൂസ് ചെയ്യാറില്ലല്ലോ, പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല, അന്ന് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഒന്ന് തിളച്ച് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ മല്ലിയില കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകപ്പൊടി കൂടെ ഇടണം. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ കോരിയെടുത്ത് ദം ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ടിട്ട് ചോറ് വെന്തതും കൂടെ നമ്മൾ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ ഇല ഐറ്റം എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇടുന്നുണ്ട്. പുതിനയും മല്ലിയിലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് കുറച്ച് സവാളയുടെ പീസസും കൂടെ കട്ട് ചെയ്തിട്ടത് കൂടെ നമ്മൾ പൊരിച്ചെടുത്ത് അതിൽ കൂടെ ഇടാം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ റെഡിയായി. അത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കയറ്റി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ബിരിയാണി റെഡിയായി. നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.